നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥിയായി താൻ മത്സരിക്കില്ലെന്ന് പി.എസ്. ശ്രീധരൻപിള്ള എല്ലാ കാര്യങ്ങളും നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. പിന്നെയും അഭ്യൂഹങ്ങൾ നിലനിൽക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. നിലവിൽ തന്റെ വോട്ട് പോലും ഗോവയിലാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. എന്നാൽ പലതരത്തിലുള്ള വ്യാജ വാർത്തകളാണ് തന്നെക്കുറിച്ച് വരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഞാൻ മത്സരിക്കാനില്ലെന്ന് നേരത്തെ തന്നെ പറഞ്ഞതാണ്. ഇപ്പോൾ വരുന്ന മാധ്യമ വാർത്തകൾ തികച്ചും ദൗർഭാഗ്യകരമാണ്. ഞാൻ സീറ്റ് ആവശ്യപ്പെട്ടു എന്ന് ആർക്കെങ്കിലും തെളിയിക്കാൻ കഴിയുമോ? ഞാൻ അവരെ വെല്ലുവിളിക്കുന്നു, അദ്ദേഹം പറഞ്ഞു. സീറ്റ് കിട്ടിയില്ലെന്ന പേരിൽ നേതാക്കൾ കൂട്ടത്തോടെ പാർട്ടി മാറുന്നത് എന്ത് രാഷ്ട്രീയ സന്ദേശമാണ് നൽകുന്നതെന്ന് അദ്ദേഹം ചോദിച്ചു. UDF, LDF നേതാക്കളിൽ പലരും സ്വന്തം പാർട്ടിയുടെ തത്വശാസ്ത്രം പോലും മറന്നാണ് സീറ്റിന് പിന്നാലെ പായുന്നത്. ഈ പോക്ക് വലിയ അപകടത്തിലേക്കാണെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ കാണുന്നത് CPIM-ന്റെ വികൃത മുഖമാണെന്ന് അദ്ദേഹം ആരോപിച്ചു. തെരഞ്ഞെടുപ്പിൽ താൻ സജീവമായി ഇടപെടും. കേരളം ഇപ്പോൾ BJP-ക്ക് ഭാഗമായിരിക്കുകയാണെന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. തനിക്ക് പാർട്ടി എല്ലാം നൽകിയിട്ടുണ്ടെന്നും ഇനിയും സ്ഥാനമാനങ്ങൾക്കായി താൻ ആഗ്രഹിക്കുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. സീറ്റ് നിഷേധിച്ചു എന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്കിടയിൽ ശ്രീധരൻപിള്ളയുടെ പേര് പോലും ഉയർന്നു കേട്ടിരുന്ന പശ്ചാത്തലത്തിലാണ് ഈ കർശനമായ വിശദീകരണം വന്നിരിക്കുന്നത്. ഇതോടെ BJP കേന്ദ്രങ്ങളിൽ സ്ഥാനാർത്ഥി പട്ടികയെക്കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും സജീവമായി. അതേസമയം ഭാരതീയ ജനതാ പാർട്ടിയുടെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നു. 39 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആറന്മുളയിൽ കുമ്മനം രാജശേഖരനാണ് സ്ഥാനാർത്ഥി. ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ എതിരാളിയാകുന്നത് കെ രഞ്ജിത്താണ്. ഗുരുവായൂരിൽ B ഗോപാലകൃഷ്ണനാണ് മത്സരിക്കുക. നാട്ടിക മണ്ഡലത്തിൽ CPM വിട്ട് BJP-യിൽ ചേർന്ന CC മുകുന്ദൻ സ്ഥാനാർത്ഥിയാകും. കുണ്ടറയിൽ ബിഗ് ബോസ് താരം റോമിൻ രാധാകൃഷ്ണനാണ് ജനവിധി തേടുക. കൊല്ലം ഡോക്ടർ പ്രതാപ്, തൃത്താല V ഉണ്ണികൃഷ്ണൻ എന്നിവർ മത്സരിക്കും. തിരുവനന്തപുരം സെൻട്രൽ, കണ്ണൂർ എന്നീ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാതെയുള്ള BJP സ്ഥാനാർത്ഥി പട്ടികയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്.